തീർച്ചയായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം അരങ്ങേറുന്നത്. ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലം ഗസ്റ്റ് ഹൗസുമായി ഏതാണ്ട് 100 മീറ്ററോളം അകലത്തിലാണ്. അവിടെ വെച്ച് ഈ പ്രതിഷേധം പോലീസ് തടയുകയായിരുന്നു. പിന്നീട് മുൻപോട്ട് പോകാനുള്ള ഒരു ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. പക്ഷേ പോലീസ് അതിനെ പ്രതിരോധിച്ചു. അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നത്. കുറച്ച് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റു പ്രവർത്തകർ ഇപ്പോൾ ഈ റോഡിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ വനം മന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നതിന് മുൻപായി തന്നെ പ്രതിഷേധിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ്. പിന്നീടാണ് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു മാർച്ച് എന്ന തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം മന്ത്രി ഇക്കാര്യത്തിൽ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ മരണത്തിന് പിന്നിൽ എന്ന വനം മന്ത്രിയുടെ പ്രസ്താവന. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹീനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഒരുവിധം എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ വാഹനത്തിലേക്ക് പോലീസ് കയറ്റിയിട്ടുണ്ട്. ACP, നടക്കാവ് CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം പ്രവർത്തകരാണ് സംഘടിച്ചെത്തി ഒരു പ്രതിഷേധമായി ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങിയത്. അതിനെ ഗസ്റ്റ് ഹൗസിന് മീറ്ററുകൾക്കിപ്പുറത്ത് വെച്ച് പോലീസ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രവർത്തകർ ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് അതിനെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത്. നിലവിലിപ്പോൾ വീണ്ടും പ്രവർത്തകർ ഈ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് 2 തവണയും മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്, വനം മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. ആദ്യഘട്ടത്തിൽ വനം മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു സംഭവം നടന്നാൽ അതിന്റെ ഉപയോഗം ആർക്കാണ് ഉണ്ടാവുക എന്നത് നിങ്ങൾക്കറിയില്ലേ എന്ന ചോദ്യം മന്ത്രിയുടെ ഭാഗത്ത് ഉയർന്നു വന്നത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധം, വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ മന്ത്രിക്കു നേരെയുണ്ടായി. പിന്നീട് ഈ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ മന്ത്രി അപ്പോഴും പ്രസ്താവന തിരുത്തിയില്ല. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതൊരു സർക്കാർ സ്പോൺസേഡ് മർഡറാണ് എന്നുള്ള UDF നേതാക്കളുടെ പ്രസ്താവന പിൻവലിക്കുമെങ്കിൽ തന്റെ പ്രസ്താവന തിരുത്താൻ തയ്യാറാകാം, അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതായിരുന്നു രണ്ടാമത് മാധ്യമങ്ങളെ കാണുമ്പോൾ വനം മന്ത്രിയുടെ പ്രതികരണം. ഏതായാലും ഇതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. നമ്മൾ മലപ്പുറത്ത് വലിയ പ്രതിഷേധം കണ്ടതാണ്. സമാനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വനം മന്ത്രിയുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. നിലവിലിപ്പോൾ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. പോലീസ് വാഹനത്തിലേക്ക് ഈ പ്രവർത്തകരെ നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. കുത്തിയിരുന്നായിരുന്നു പ്രവർത്തകർ ഇത്ര സമയം പ്രതിഷേധിച്ചിരുന്നത്. നിലവിലിപ്പോൾ പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. അഭിജിത്ത്, നിലവിൽ വനം മന്ത്രി ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ തുടരുന്നുണ്ടല്ലേ? എപ്പോൾ അദ്ദേഹം എത്തിയതിനു ശേഷമാണോ ഈ പ്രതിഷേധം അങ്ങോട്ട് നീങ്ങിയത്? വനം വകുപ്പ് മന്ത്രി രാജിവെക്കുന്നത് വരെ ശക്തമായിട്ടുള്ള സമരവുമായി യൂത്ത് കോൺഗ്രസ് പോകും. ഈ സമരം ഇന്നിവിടെ തീരൂല. ഇതിനുശേഷം ശക്തമായിട്ടുള്ള മാർച്ച് പരിപാടികളുമായിട്ട് നാളെ മുതൽ വനം വകുപ്പ് മന്ത്രിയെ റോഡിലിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. റോഡിലിറങ്ങാൻ റോഡിലിറങ്ങാനാണ് അനുവദിക്കുക. ഈ മരണത്തെ എത്ര ലാഘവത്തോടുകൂടി അദ്ദേഹം കണ്ടത്. ഈ മരണത്തെ മരിച്ച ആ വിദ്യാർത്ഥിയുടെയും കുടുംബത്തിന്റെയും അപമാനിക്കുന്ന സമീപനമാണ് വനംവകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ആ വനംവകുപ്പ് മന്ത്രിയെ മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ മന്ത്രി AK ശശീന്ദ്രനെ റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ ഒരു നിലപാട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ പോലും അടുത്ത ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാവുന്നു. ഏതായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വാനിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടുന്ന് റോഡിൽ നിന്ന് മാറ്റും. ഏതായാലും കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് മുമ്പിലുള്ള ഈ ഗതാഗത തടസ്സം ഇപ്പോൾ പോലീസ് നീക്കിയിട്ടുണ്ട്. ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ഇവിടുന്ന് ഒന്നാകെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർച്ചയായി തന്നെ അടുത്ത ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ നടത്തിയിരിക്കുന്ന സമയം ഏതാണ്ട് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് തടയുകയും ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു ഗസ്റ്റ് ഹൗസിന് മുന്നിൽ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് മുന്നിലുള്ള പ്രതിഷേധമായിരുന്നു കണ്ടത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, വനമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റി.